ഇറാഖിൽ അമേരിക്കയും സൗദി അറേബ്യയും ചേർന്നാണ് ഇപ്പോൾ സൈനിക ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ദിയാല പ്രവിശ്യയിൽ രാത്രി നടന്ന ബോംബാക്രമണത്തിലാണ് IRGC ഉദ്യോഗസ്ഥരായ അലി അസ്കർ അസ്താനെ, അബോൽ ഫസൽ മൊത്തഗി, മൊർത്തേസ അക്ബരി, അമീർ അബ്ബാസ് ഫോറൂഷ് എന്നിവർ കൊല്ലപ്പെട്ടതെന്ന് ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മരിച്ച 4 പേരും മധ്യ ഇറാനിലെ കഷാൻ സ്വദേശികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവരുടെ പ്രവർത്തന ചുമതലകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. സംയുക്ത സൈനിക നീക്കത്തിൽ IRGCയുമായി ബന്ധമുള്ള 4 പേർ മരിച്ചതായി ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ ചാനലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധരും IRGC ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 20ഓളം ഇറാനിയൻ ഉപദേശകർ കൊല്ലപ്പെട്ടതായി പേര് വെളിപ്പെടുത്താത്ത ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും വിന്യസിക്കാൻ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്കുള്ള ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉപദേശകരുടെ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് ആക്രമിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതേസമയം ബാഗ്ദാദ്, ദിയാല, കിർക്കുക്ക്, ബസ്ര ഉൾപ്പെടെ 7 പ്രവിശ്യകളിലായി തങ്ങളുടെ 20 പേർ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സും അറിയിച്ചു. കിഴക്കൻ ഇറാഖിൽ ഉടനീളമുള്ള ആയുധ സംഭരണശാലകളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളുമാണ് ഈ സംയുക്ത ഓപ്പറേഷനിൽ ലക്ഷ്യമിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് പറയുന്നു. US സൈനികർക്കും സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ IRGCയുടെ നിർദ്ദേശപ്രകാരം 72 മണിക്കൂറിനുള്ളിൽ 30-ൽ-അധികം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഈ നടപടിയെന്നും സെൻകോം അറിയിച്ചു. ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൗദി അധികൃതർ ആരോപിക്കുന്നത്. അമേരിക്കയുടെയും സൗദിയുടെയും നടപടിക്കെതിരെ ബാഗ്ദാദ് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. സംയുക്ത സൈനിക നീക്കത്തെ അംഗീകരിക്കാനാവാത്ത കടന്നുകയറ്റം എന്നാണ് ഇറാഖ് ദേശീയ സുരക്ഷാ കൗൺസിൽ അപലപിച്ചത്. സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് അമേരിക്കൻ, സൗദി പ്രതിനിധികളുമായി ഇറാഖ് ഉദ്യോഗസ്ഥർ സജീവമായി ചർച്ച നടത്തുന്നതിന്റെ ഇടയിലാണ് ഈ ബോംബാക്രമണം ഉണ്ടായെന്നും കൗൺസിൽ പറയുന്നു. തങ്ങളുടെ ദേശീയ പരമാധികാരത്തെ ഹനിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ബാഗ്ദാദ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് പുതിയ സൈനിക നീക്കം എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ മേഖലയിൽ കൂടുതൽ പ്രത്യാക്രമണങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാമെന്നും ആശങ്കയുണ്ട്. എന്തായാലും താൽക്കാലിക ശാന്തതയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേർന്ന് ഇറാഖിൽ സംയുക്ത ആക്രമണം നടത്തിയ വിവരം സൗദി അറേബ്യ പരസ്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സൗദി അറേബ്യ ഒരു സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം നേരിട്ട് പങ്കാളിയാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചേക്കാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സൗദി അറേബ്യ നടത്തിയതെന്നാണ് മിഡിൽ ഈസ്റ്റിലെ മാധ്യമങ്ങൾ പറയുന്നത്. നിലവിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാഖ് പ്രധാനമന്ത്രി നടത്താനിരുന്ന സൗദി അറേബ്യൻ പര്യടനം താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. യമനിലെ ഹൂതി വിമതരും സൗദിക്കെതിരെ പോരാട്ടം കടുപ്പിച്ചതോടെ റിയാദ് കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ചെങ്കടലിൽ സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്ത ഹൂത്തികളുടെ നടപടി സൗദിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് നേരിട്ട് ഇറാൻ അനുകൂല സംഘങ്ങൾക്കെതിരെ പോരാടാൻ സൗദിയെ പ്രേരിപ്പിക്കുന്നത്.